കംഫർട്ട് വുമണായി ജാപ്പാനീസ് സൈനികർ ലൈംഗിക ചൂഷണം ചെയ്ത് അടിമകളാക്കി പീഡിപ്പിച്ച സ്ത്രീകളിൽ ബഹുഭൂരിപക്ഷവും ചൈനയിലും കൊറിയയിൽ നിന്നുമുള്ളവരായിരുന്നു. ഓസ്ട്രേലിയ, ബർമ, നെതർലാൻഡ്സ്, ഈസ്റ്റ് തൈമൂർ, ന്യൂ ഗിനിയ, ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലെ സ്ത്രീകളുമുണ്ടായിരുന്നു. ഇത്തരത്തിൽ കംഫർട്ട് വുമണായിട്ട് അക്കാലഘട്ടത്തിൽ പീഡിപ്പിക്കപ്പെടുകയും ലൈംഗിക ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്തത് ഏതാണ്ട് 2 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഇടയിലുള്ള സ്ത്രീകളായിരുന്നു. യുദ്ധസമയങ്ങളിൽ യുദ്ധകാല ബലാത്സംഗങ്ങളും ലൈംഗിക രോഗങ്ങളുടെ വ്യാപനവും കുറയ്ക്കുന്നതിനു വേണ്ടി ജാപ്പാനീസ് സൈനികർക്ക് നിയന്ത്രണങ്ങളോടെയുള്ള ലൈംഗിക മാർഗം നൽകുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ജാപ്പാനീസ് ഇമ്പീരിയൽ ആർമിയിൽ ഇത്തരത്തിൽ കംഫർട്ട് വുമൺ സമ്പ്രദായം, കംഫർട്ട് സ്റ്റേഷൻ എന്നിവ ആരംഭിച്ചത്. ഇത്തരത്തിൽ കംഫർട്ട് വുമൺ സമ്പ്രദായം ആരംഭിച്ച ആദ്യകാലങ്ങളിൽ ജാപ്പാനീസ് സ്ത്രീകൾ തന്നെയായിരുന്നു ജാപ്പാനീസ് സൈനികരുടെ ഇര. ചിലർ സമ്മതത്തോടെയും ചിലർ വഞ്ചിക്കപ്പെട്ടും ചിലർ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടും ഇത്തരത്തിൽ ലൈംഗിക അടിമകളാക്കപ്പെട്ടു. പിന്നീട് കംഫർട്ട് വുമൺ സമ്പ്രദായം വിപുലമാക്കുന്നതിനു വേണ്ടിയും ലോകരാജ്യങ്ങൾക്കിടയിൽ തങ്ങളുടെ പ്രതിച്ഛായ നിലനിർത്തുന്നതിനു വേണ്ടിയും ആർമിയിൽ വളണ്ടിയർമാരെ റിക്രൂട്ട് ചെയ്യുന്നു എന്ന വ്യാജേനയാണ് ജാപ്പാനിൽ നിന്നും കംഫർട്ട് വുമൺ എന്ന പേരിൽ സ്ത്രീകളെ സൈന്യത്തിലേക്ക് എത്തിച്ചത്. ജാപ്പാനീസ് സ്ത്രീകളെ മാത്രമല്ല, അധിനിവേശ പ്രദേശങ്ങളിലെ സ്ത്രീകളെയും സേനയിലേക്ക് നഴ്സുമാരെയും ഫാക്ടറി തൊഴിലാളികളെയും ആവശ്യമുണ്ടെന്ന് പരസ്യം നൽകിയായിരുന്നു സേനയിലേക്ക് എത്തിച്ചത്. ഉന്നത വിദ്യാഭ്യാസത്തിന് സ്പോൺസർഷിപ്പും മറ്റും വാഗ്ദാനം ചെയ്തു നിരവധി പേരെ റിക്രൂട്ട് ചെയ്തു. അത്തരത്തിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട സ്ത്രീകളിൽ ബഹുഭൂരിപക്ഷവും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധക്കാലത്ത് ചൈനയിലെ നാൻജിങ് എന്ന പ്രദേശത്തു മാത്രം ഏകദേശം 80,000-ഓളം സ്ത്രീകളെയും പെൺകുട്ടികളെയും ജാപ്പാനീസ് ഇമ്പീരിയൽ ആർമിയിലെ സൈനികർ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. അവരുൾപ്പെടെ ഏകദേശം 3,40,000 മനുഷ്യരെ അക്കാലയളവിൽ ചൈനയിൽ ജാപ്പാനീസ് ഇമ്പീരിയൽ ആർമിയിലെ സൈനികർ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇത് നാൻജിങ് റേപ്പ് എന്ന പേരിലും നാൻജിങ് മാസക്കർ എന്ന പേരിലും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ കംഫർട്ട് വുമൺ എന്ന പേരിൽ കംഫർട്ട് സ്റ്റേഷനുകളിൽ പീഡിപ്പിക്കപ്പെട്ടിരുന്ന സ്ത്രീകൾ ഏറ്റവും നീചവും വൃത്തിഹീനവുമായ സാഹചര്യങ്ങളിലും പരിതസ്ഥിതിയിലുമായിരുന്നു ജീവിച്ചിരുന്നത്. ഇത്തരത്തിൽ സ്ത്രീകൾ താമസിച്ചിരുന്ന റൂമുകളെയും പ്രദേശങ്ങളെയും പബ്ലിക് ടോയ്ലറ്റ്സ്, പൊതു ശൗചാലയങ്ങൾ എന്നാണ് ജാപ്പാനീസ് സൈനികർ വിളിച്ചിരുന്നത്. 1932 ജാനുവരി 28-ന് ചൈനയിലെ ഷാങ്ഹായ് സിറ്റിയിൽ ചൈനയും ജാപ്പാനും തമ്മിൽ ഒരു യുദ്ധം ആരംഭിച്ചു. യുദ്ധത്തിനിടെ ജാപ്പാനീസ് പട്ടാളക്കാർ നിരവധികളായിട്ടുള്ള ചൈനീസ് സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തു. അതിനുശേഷമാണ് ഇത്തരത്തിൽ കംഫർട്ട് വുമൺ സമ്പ്രദായം വ്യാപകമായി ജാപ്പാനീസ് ആർമിയിൽ ആരംഭിച്ചതെന്ന് പറയപ്പെടുന്നു. ഇത്തരത്തിലുള്ള റേപ്പുകൾ ഒഴിവാക്കുന്നതിനും തടയുന്നതിനും വേണ്ടിയാണ് കംഫർട്ട് വുമൺ സമ്പ്രദായം ആരംഭിച്ചതെങ്കിലും ജാപ്പാനീസ് ആർമിയിലെ ക്രിമിനലുകളായിട്ടുള്ള രാക്ഷസന്മാർ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കണ്ണിൽ കണ്ട സ്ത്രീകളെ മുഴുവൻ കടത്തിക്കൊണ്ടു പോകുന്നതിനു വേണ്ടിയും നിഷ്ഠൂരമായി ഗാങ് റേപ്പ് ചെയ്യുന്നതിനു വേണ്ടിയുമുള്ള ലൈസൻസായി ഈ കംഫർട്ട് വുമൺ സിസ്റ്റത്തെ ഉപയോഗിച്ചു. മാത്രമല്ല, 1937-ലെ ചൈനയിലെ നാൻജിങ് കൂട്ടക്കൊലപാതകത്തിനിടയിൽ ജാപ്പാനീസ് ആർമി നിരവധികളായിട്ടുള്ള ലക്ഷക്കണക്കിന് ചൈനീസ് സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിനു ശേഷം ജാപ്പാനീസ് അധിനിവേശ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ വ്യാപകമായി കംഫർട്ട് സ്റ്റേഷനുകൾ ആരംഭിച്ചു. ഇതിൻ്റെ വിചിത്രമായ മറ്റൊരു വശമെന്നത് ഇത്തരത്തിൽ കംഫർട്ട് സ്റ്റേഷനുകൾ സ്ഥാപിച്ചത് ബലാത്സംഗത്തിനിരയായ ചൈനീസ് സ്ത്രീകളോടോ ചൈനക്കാരോടോ ഉള്ള ആശങ്ക കൊണ്ടോ സഹതാപം കൊണ്ടോ ആയിരുന്നില്ല. മറിച്ച് ചൈനയിലെയും ജാപ്പാനീസ് അധിനിവേശ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ജാപ്പാനോടും ജാപ്പാനീസ് ആർമിയോടുമുള്ള വർദ്ധിച്ചുവരുന്ന ശത്രുത ഒഴിവാക്കുക എന്നതായിരുന്നു. ആദ്യകാലങ്ങളിൽ ജാപ്പാനീസ് സൈനികരുടെ ഇത്തരത്തിലുള്ള കംഫർട്ട് സ്റ്റേഷനുകളിൽ ജോലി ചെയ്യാൻ ജാപ്പാനിലെ തന്നെ വേശ്യ സ്ത്രീകളെ ഇറക്കുമതി ചെയ്തു. പിന്നീട് ജാപ്പാനിലെ തന്നെ ഒക്കിനാവ പ്രദേശങ്ങളിൽ നിന്നും ജാപ്പാൻ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്നും സ്ത്രീകളെ നിരന്തരമായി അവരുടെ ക്യാമ്പുകളിലേക്ക് എത്തിച്ചു. ഇത്തരത്തിൽ ജാപ്പാനീസ് ആർമി യുദ്ധത്തിൽ കൈവശം വച്ചിരുന്ന പ്രദേശങ്ങളിൽ നിന്നും വ്യാപകമായി 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള പെൺകുട്ടികളെയും സ്ത്രീകളെയും കടത്തിക്കൊണ്ടുപോവുകയും ലൈംഗിക അടിമകളാക്കുകയും ചെയ്തു. 1937 കാലഘട്ടത്തിൽ നാൻജിങ്ങിലും ഷാങ്ഹായിലുമായി ജാപ്പാനീസ് സൈനികർ നിരന്തരമായി കൂട്ടക്കൊലപാതകം ചെയ്യുന്നതിനിടയിൽ ജാപ്പാനീസ് സൈനികർ അത്തരം പ്രദേശങ്ങളിൽ നടത്തിയ വ്യാപകമായ കൂട്ടബലാത്സംഗങ്ങൾ ജാപ്പാനെ അമേരിക്കയുടെയും ചൈനയുടെയും ഏറ്റവും വലിയ ശത്രുവാക്കി മാറ്റി. അതുമാത്രമല്ല, ജാപ്പാനിലെ വേശ്യകൾക്ക് നിരന്തരമായി കൂടുതൽ യാത്രാവിസ നൽകുന്നത് ജാപ്പാൻ സാമ്രാജ്യത്വത്തിൻ്റെ പ്രതിച്ഛായക്ക് ലോകരാജ്യങ്ങളിൽ കളങ്കം വരുത്തും എന്നവർ കരുതി. ആയതിനാൽ ജാപ്പാനിലെ ഇത്തരത്തിലുള്ള വേശ്യകൾക്ക് നിരന്തരമായി വിസ നൽകുന്നത് ജാപ്പാനീസ് വിദേശകാര്യ മന്ത്രാലയം എതിർത്തു.
ആയതിനാലാണ് കൊറിയയിൽ നിന്നും അധിനിവേശ പ്രദേശങ്ങളിൽ നിന്നും നിരന്തരമായി സ്ത്രീകളെ കടത്തിക്കൊണ്ടു പോകുന്ന പ്രവർത്തനം ജാപ്പാനീസ് ആർമി ആരംഭിച്ചത്. ഇത്തരത്തിൽ കൊറിയയിലെയും ചൈനയിലെയും സ്ത്രീകളെ ട്രാപ്പ് ചെയ്യാൻ ജാപ്പാനീസ് ആർമി നിരവധി പദ്ധതികളും തയ്യാറാക്കി. കുടുംബത്തിലെ കടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കാമെന്നതായിരുന്നു ചില വാഗ്ദാനങ്ങൾ. നഴ്സുമാരെയും ഫാക്ടറി തൊഴിലാളികളെയും ആവശ്യമുണ്ടെന്ന് പരസ്യം നൽകി വേറെ ചില ട്രാപ്പുകളും തയ്യാറാക്കി. പ്രാദേശികമായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജന്റുമാർക്ക് 300 yen മുതൽ 1000 yen വരെ നൽകി സ്ത്രീകളെ പണം കൊടുത്തു വാങ്ങി. എന്നാൽ എഗ്രിമെൻ്റ് കാലാവധി കഴിഞ്ഞതിന് ശേഷം അവരെ ലൈംഗിക അടിമകളാക്കി മാറ്റുകയും ചെയ്തു. ഇത്തരത്തിൽ ലൈംഗിക അടിമകളാക്കപ്പെട്ട സ്ത്രീകളെയും പെൺകുട്ടികളെയും 6ഉം 7ഉം പട്ടാളക്കാർ ചേർന്ന് ദിവസത്തിൽ 10ഓ 15ഓ തവണ നിരന്തരമായി ലൈംഗികമായി പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിലും ജനനേന്ദ്രിയങ്ങളിലും പൊട്ടലുകളും തൊലിയുരിയലുകളും പഴുത്തൊലിക്കുന്ന അവസ്ഥകളും സംഭവിച്ചു. അത്തരത്തിൽ രോഗിണികളായ പെൺകുട്ടികളെ പരിശോധിക്കാൻ ഡോക്ടർമാരെത്തും. അത്തരത്തിലുള്ള പെൺകുട്ടികളിൽ രോഗം കുറവുള്ളവരെയും രോഗമില്ലാത്തവരെയും സൈനിക ഡോക്ടർമാരും സഹായികളും ചേർന്ന് ലൈംഗിക പീഡനങ്ങൾക്കും റേപ്പിനും വിധേയമാക്കി. എന്ന് മാത്രമല്ല, ചൈനീസ് ആർമിയിലെ സഹായികളും തൊഴിലാളികളും ഡ്രൈവർമാരും ഉൾപ്പെടെ സർവരും ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ അതിനീചമായി റേപ്പ് ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. ഫിലിപ്പൈൻസിൽ മാത്രം ഇത്തരത്തിൽ 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള 10,000-കണക്കിന് പെൺകുട്ടികളെയാണ് ജാപ്പാനീസ് സൈനികർ കൂട്ടബലാത്സംഗം ചെയ്ത് നികൃഷ്ടമായി കൊലപ്പെടുത്തിയത്. ഒരുപക്ഷേ ലോകത്തിൻ്റെ ഇന്നേ വരെയുള്ള ചരിത്രമെടുത്താൽ ലോകത്തിലെ ഏറ്റവും നിഷ്ഠൂരന്മാരും നീചന്മാരുമായ മനുഷ്യരുടെ സൈന്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ: ജാപ്പാനീസ് ഇംപീരിയൽ ആർമി. ലോകത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരന്മാരുടെ സംഘം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജാപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ബോംബ് വർഷിച്ചപ്പോൾ അത് ചരിത്രം രേഖപ്പെടുത്തി. എന്നാൽ ലോകമഹായുദ്ധ കാലത്തും അതിനു മുമ്പും ജാപ്പാൻ പട്ടാളം ലോകമെമ്പാടും നടത്തിയ നിഷ്ഠൂരമായ കൂട്ടക്കൊലകളുടെയും ഗ്യാങ് റേപ്പുകളുടെയും ചരിത്രവും വസ്തുതകളും എവിടെയും രേഖപ്പെടുത്തിയില്ല. അന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച നിരവധി സ്ത്രീകളെ ജാപ്പാനീസ് സൈനികർ തോക്കിൻ്റെ ബയണറ്റ് ഉപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്തി. അന്ന് അപൂർവം ചില സ്ത്രീകൾ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട സ്ത്രീകൾ 1980കളിൽ അവർ സംഘടന രൂപീകരിക്കുകയും പൊതുസമൂഹത്തിൻ്റെ മുൻപിലേക്ക് വന്ന് 1945-ലെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് തങ്ങൾ നേരിട്ട ക്രൂരമായ ലൈംഗിക പീഡനങ്ങളുടെ കഥ പൊതുസമൂഹത്തിൻ്റെ മുൻപിലും ലോകത്തോടും വിളിച്ചു പറഞ്ഞു. അന്ന് രക്ഷപ്പെട്ട സ്ത്രീകളിൽ പലർക്കും അപ്പോൾ 80ഉം 90ഉം വയസ്സുമായിരുന്നു പ്രായം. 1930 മുതൽ 1945 വരെയുള്ള രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടം വരെയുള്ള സമയങ്ങളിൽ ജാപ്പാനീസ് ഇംപീരിയൽ ആർമിയിലെ സൈനികർ ലോകമെമ്പാടും ഇത്തരത്തിൽ 4.5 ലക്ഷത്തോളം പെൺകുട്ടികളെയും സ്ത്രീകളെയും അതിക്രൂരമായി റേപ്പ് ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാണ് കണക്ക്. അക്കാലഘട്ടങ്ങളിൽ വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധങ്ങൾ വിലക്കപ്പെട്ടിരുന്ന രാജ്യമായിരുന്നു കൊറിയ. ആയതിനാൽ കൊറിയൻ ടീനേജർമാർ മിക്കവരും കന്യകമാരായിരുന്നതിനാൽ പട്ടാളക്കാർക്കിടയിൽ ലൈംഗിക രോഗങ്ങൾ തടയാനുള്ള എളുപ്പമാർഗമായിരുന്നു കൊറിയൻ കന്യകമാർ. അതുകൊണ്ടാണ് കൊറിയൻ പെൺകുട്ടികൾ വ്യാപകമായി അക്കാലഘട്ടങ്ങളിൽ ജാപ്പാനീസ് ആർമിയുടെ ലൈംഗിക അടിമകളാക്കപ്പെട്ടത്. ഫീമെയിൽ അമ്മ്യൂണിഷൻ, പെൺവെടിക്കോപ്പുകൾ, പബ്ലിക് ടോയ്ലറ്റ്, പൊതു ശൗചാലയങ്ങൾ, മിലിട്ടറി സപ്ലൈസ്, സേനയിലേക്കുള്ള വിതരണങ്ങൾ തുടങ്ങിയ പേരുകളിലായിരുന്നു ഇക്കാലയളവിൽ ആ പെൺകുട്ടികൾ വിളിക്കപ്പെട്ടിരുന്നത്. പകൽ സമയങ്ങളിൽ പരിക്കേറ്റ പട്ടാളക്കാരെ പരിചരിക്കുന്നതിനോടൊപ്പം തന്നെ ചിലരൊക്കെ നിർബന്ധിത രക്തദാനത്തിനും വിധേയരാക്കപ്പെട്ടു. സൈനികരുടെ ഇംഗീതത്തിന് വഴങ്ങാത്ത സ്ത്രീകളെ തല്ലി പരുവപ്പെടുത്തുന്നതായിരുന്നു പതിവ്. സാധാരണ ദിവസങ്ങളിൽ 10 പട്ടാളക്കാരുമായും യുദ്ധമില്ലാത്ത ദിവസങ്ങളിൽ 40 പട്ടാളക്കാരുമായും ലൈംഗിക പീഡനത്തിന് വിധേയമാക്കപ്പെട്ടു. ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് മതിയായ വെള്ളം, ഭക്ഷണം, ടോയ്ലറ്റ്, താമസ സൗകര്യം എന്നിവ ശരിയായ രീതിയിൽ നൽകിയില്ല എന്ന് മാത്രമല്ല, ഡോക്ടർമാരുടെ സേവനം ലൈംഗിക രോഗങ്ങൾ പടരുന്നത് തടയുവാനും ചികിത്സിക്കുവാനും വന്ധ്യംകരിക്കുവാനും മാത്രമായി പരിമിതപ്പെടുത്തി. അതിജീവിച്ച സ്ത്രീകളിൽ ഭൂരിഭാഗവും വന്ധ്യംകരിക്കപ്പെട്ടിരുന്നു. മൾട്ടിപ്പിൾ റേപ്പുകളും ലൈംഗിക രോഗങ്ങളും തുടരെയുള്ള നീചമായ ബലാത്സംഗങ്ങളും അത്തരത്തിൽ വന്ധ്യംകരണം സംഭവിക്കുന്നതിന് കാരണമായി. പല അവസരങ്ങളിലും സയനൈഡ് ഗുളികകൾ കഴിച്ചും പാറക്കെട്ടുകളിൽ നിന്ന് ചാടിയും നിരവധി സ്ത്രീകൾ ആത്മഹത്യകൾ ചെയ്തു. ഇതിനേക്കാളും കൊടും ഭീകരമായ സംഭവമെന്നത് വിദൂരമായ പസഫിക് ദ്വീപുകളിൽ ഒറ്റപ്പെടുകയും ബർമയിലെ കാടുകളിൽ കുടുങ്ങിപ്പോവുകയും ചെയ്തിട്ടുള്ള ജാപ്പാനീസ് സൈനികർ ഇത്തരത്തിലുള്ള കംഫർട്ട് വുമണായിട്ടുള്ള സ്ത്രീകളെ കൊന്ന് ഭക്ഷിച്ചതായും പറയപ്പെടുന്നു. അതുമാത്രമല്ല, ജാപ്പാനീസ് ഇംപീരിയൽ ആർമിയിലെ സൈനികർക്ക് ഭക്ഷണം നൽകുന്നതിനു വേണ്ടി ഇത്തരത്തിൽ നിരവധി സ്ത്രീകളെ കൊന്നതായും പറയപ്പെടുന്നു.
ജാപ്പാനീസ് ഇംപീരിയൽ ആർമിയുടെ അക്കാലത്തെ അതിനീചവും നിഷ്ഠൂരവുമായ ലൈംഗിക ക്രൂരപീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട നിരവധികളായിട്ടുള്ള സ്ത്രീകളുടെ കഥ കഴിഞ്ഞ ലക്കങ്ങളിൽ പങ്കുവച്ചിരുന്നു. അത്തരത്തിലുള്ള നിരവധികളായിട്ടുള്ള വേറെയും സ്ത്രീകൾ തങ്ങളുടെ അനുഭവങ്ങളും തങ്ങൾ നേരിട്ട കൊടിയ പാതകങ്ങളും കൊടും ക്രൂരതകളും പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ പങ്കുവച്ചു. ആ കഥകൾ അടുത്ത ലക്കത്തിൽ അടുത്ത അധ്യായത്തിൽ തുടരും.